ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് 2020 രസതന്ത്ര നൊബേൽ ഇമ്മാനുവേൽ കാർപെൻറ്റിയർ, ജെനിഫർ എഡ്വാൻഡ എന്നിവർ പങ്കിട്ടു. DNA-യിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിപ്സ്-കാസ് എന്ന സാങ്കേതികവിദ്യ കണ്ടെത്തിയതിനാണ് പുരസ്കാരം. ഇത് ജനിതക രോഗചികിത്സയിലും ക്യാൻസർ ചികിത്സയിലും വിപ്ലവകരമായ പുരോഗതി ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കീടങ്ങളും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കുവാനും ഇതുപകരിക്കും. 2020 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം കിട്ടിയത് ഇമ്മാനുവേൽ കാർപെൻറ്റിയറിനും ജെനിഫർ ഡൗനയ്ക്കുമാണ്. DNA-യിലെ ജീനുകളിലെ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന ജീൻ എഡിറ്റിംഗ് പ്രക്രിയയ്ക്ക് ക്രിപ്സ്-കാസ്-9 എന്ന് പേര് നൽകി. ഇതിനാണ് ഇവർക്ക് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 2020 ലഭിച്ചത്. DNA-യുടെ ഘടന 1953 ജെയിംസ് വാട്സും ഫ്രാൻസിസ് ക്രിക്കും DNA-യുടെ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ചു. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ, മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ്-റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് DNA-യുടെ ഘടന ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും നിർദ്ദേശിച്ചത്. റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എടുത്ത DNA-യുടെ എക്സ്-റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഇത് കണ്ടെത്താൻ ഇടയാക്കിയ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 1958 റോസലിൻഡ് ഫ്രാങ്ക്ലിൻ 37-ാം വയസ്സിൽ അന്തരിച്ചു. DNA-യുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. DNA-യുടെ ഘടന കണ്ടെത്തിയത് 1953 ഇതിനു വേണ്ടിയിട്ട് ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് 1962 മെഡിസിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. DNA-യുടെ ഘടന ഇവരാണ് കണ്ടെത്തിയതെങ്കിലും ഇതിലേക്ക് നയിച്ച റോസലിൻഡ് ഫ്രാങ്ക്ലിൻ്റെ DNA-യുടെ എക്സ്-റേ ഡിഫ്രാക്ഷൻ ചിത്രങ്ങളിൽ പ്രശസ്തമായ ഫോട്ടോ 51 എന്ന ചിത്രത്തിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. നൈട്രജൻ ബേസുകൾ അഡെനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ എന്നിവയാണ് നൈട്രജൻ ബേസുകൾ. ന്യൂക്ലിയോടൈഡ് DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. ഓരോ ന്യൂക്ലിയോടൈഡും ഒരു ഡീഓക്സി റൈബോസ് പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാൽ നിർമ്മിതമാണ്. DNA-യുടെ വലുപ്പം. ഓരോ ക്രോമസോമിലെയും DNA-ക്ക് ഏകദേശം 5 ഇഞ്ച് അതായത് 2 ഇഞ്ച് അതായത് 5 സെന്റിമീറ്റർ നീളമുണ്ടാകും. ഒരു മനുഷ്യകോശത്തിലെ 46 ക്രോമസോമുകളിലെയും DNA-കൾ ചേർന്നാൽ ഏകദേശം 6 അടി അഥവാ 2 മീറ്റർ നീളം വരും. മനുഷ്യ ശരീരം ട്രില്യൺ 1,00,000 കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ കോശങ്ങളിലെയും DNA-കളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം 67 മില്യൺ അഥവാ 1 ബില്യൺ എന്നാൽ 100 കോടിയാണ് മൈൽ വരും. ഇത് ഭൂമിയെ 2 ദശലക്ഷത്തിലധികം തവണ ചുറ്റാൻ പര്യാപ്തമാണ്. ഓരോ ക്രോമസോമിലെയും DNA-ക്ക് 2 ഇഞ്ച് അഥവാ 5 സെന്റിമീറ്ററാണ് നീളം. ഓരോ ക്രോമസോമിലെയും DNA-ക്ക്. മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോമുകളുണ്ട്. അവ എല്ലാം കൂടി ചേർന്നാൽ 6 അടി അഥവാ 2 മീറ്റർ. മനുഷ്യ ശരീരത്തിൽ ട്രില്യൺ കണക്കിന് കോശങ്ങളുണ്ട്. എല്ലാ കോശങ്ങളിലെയും DNA-കളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് 67 ബില്യൺ മൈൽ വരും. ക്രോമസോം. DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിലുള്ളത്. 8 ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടുന്നു. ഈ ഒക്ടാമറിനെ DNA ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നു. നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കിച്ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളുമാക്കിയുമാണ് ക്രോമസോമുകൾ ഉണ്ടാകുന്നത്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ക്രോമാറ്റിഡുകൾ.
ക്രോമസോമിൽ അടങ്ങിയിരിക്കുന്നത് DNA-യും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ്. ഒരു ക്രോമസോമിനെ സെൻട്രോമിയൽ വഴി ബന്ധിപ്പിക്കുന്ന ഭാഗം അറിയപ്പെടുന്നത് ക്രോമാറ്റിഡുകൾ എന്നാണ്. മനുഷ്യരിലെ ക്രോമസോമുകൾ. സ്വരൂപ ക്രോമസോമുകൾ. ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളാണ് സ്വരൂപ ക്രോമസോമുകൾ. 22 ജോഡി സ്വരൂപ ക്രോമസോമുകളാണുള്ളത്. ഒരുപോലെയുള്ള 2 ക്രോമസോമുകൾ ചേർന്നാണ് സ്വരൂപ ക്രോമസോമുകൾ. ഇവയിലൊന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് പിതാവിൽ നിന്നും ലഭിച്ചതാണ്. ലിംഗനിർണയ ക്രോമസോമുകൾ. ലിംഗനിർണയത്തിനു കാരണമാകുന്ന ക്രോമസോമുകളാണ് ഇവ. 2 തരമുണ്ട്: എക്സ് ക്രോമസോമും വൈ ക്രോമസോമും. വൈ ക്രോമസോമും എക്സ് ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ്. വൈ ക്രോമസോമ് വളരെ ചെറുതാണ്. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിന്റെ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. വൈ ക്രോമസോമിലെ SRY ജീനാണ് ഭ്രൂണത്തിലെ വൃഷണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത്. വ്യത്യസ്തമായ ജനിതക ഘടനകൾ. 44+XX, 44+XY എന്നിവ സാധാരണ ജനിതക ഘടനകളാണെങ്കിലും മനുഷ്യരിൽ അനേകം വ്യത്യസ്തമായ ജനിതക ഘടനകൾ കാണപ്പെടുന്നു. ഈ വ്യത്യസ്ത ജനിതക ഘടനകൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തെ സ്വാധീനിക്കുന്നു. ലിംഗനിർണയം ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. ഇത് ജനിതക ഘടനകളെ മാത്രമല്ല മറ്റ് ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. 44+X0 ഒരു ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ. ഇവർ ടേണർ സിൻഡ്രോം എന്ന അവസ്ഥയിലുള്ളവരാണ്. ഒരു ക്രോമസോം മാത്രമുള്ള എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകൾ ടേണർ സിൻഡ്രോം. 44+XXX 3 എക്സ് ക്രോമസോമുകളുള്ള സ്ത്രീകൾ. ട്രിപ്പിൾ എക്സ് സിൻഡ്രോമാണ് ഇവരിലുണ്ടാവുക. 44+XXY 2 എക്സ് ക്രോമസോമും ഒരു വൈ ക്രോമസോമുമുള്ള പുരുഷന്മാർ. ഇവരിൽ ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമാണ് ഉണ്ടാവുക. 44+XYY ഒരു എക്സ് ക്രോമസോമും 2 വൈ ക്രോമസോമുമുള്ള പുരുഷന്മാർ. ഇവരിൽ XYY സിൻഡ്രോമാണ് ഉണ്ടാവുന്നത്. ജീൻ. DNA-യിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ. ജീനുകളുടെ നിർദ്ദേശമനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നത്. മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ജീനാണ്. പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ RNA എന്ന ന്യൂക്ലിക് ആസിഡിനും നിർണായക പങ്കുണ്ട്. DNA പോലെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA. ഇവയും ന്യൂക്ലിയോടൈഡുകളാൽ നിർമ്മിതമാണ്. ഓരോ ന്യൂക്ലിയോടൈഡിലും ഒരു റൈബോസ്, പഞ്ചസാര, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു നൈട്രജൻ ബേസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. അഡെനിൻ, ഗ്വാനിൻ, യുറാസിൻ, സൈറ്റോസിൻ എന്നിവയാണ് RNA-യിലെ നൈട്രജൻ ബേസുകൾ. മിക്ക RNA-കളും ഒരു ഇഴയായിട്ടാണ് ഉണ്ടാവുക. പ്രോട്ടീൻ നിർമ്മാണത്തിലെ ആദ്യഘട്ടമാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNA-യിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോടൈഡ് ശ്രേണിയിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ mRNA രൂപപ്പെടുന്നു. mRNA-യിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം അടങ്ങിയിരിക്കുന്നു. ട്രാൻസ്ലേഷൻ. ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ mRNA-യിലെ സന്ദേശമനുസരിച്ച് tRNA-കൾ നിശ്ചിത അമിനോ ആസിഡുകൾ റൈബോസോമിലെത്തിക്കുന്നു. റൈബോസോമിന്റെ ഭാഗമായ rRNA-കളുടെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകൾ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നു. മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം. മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ സന്താനങ്ങളെ പ്രകടമാക്കുന്ന സവിശേഷതയാണ് വ്യതിയാനങ്ങൾ. മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജീനുകളാണ് പാരമ്പര്യം, വ്യതിയാനം എന്നിവയ്ക്ക് കാരണമാകുന്നത്. ജീനുകൾ, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്ര ശാഖയാണ് ജനിതകശാസ്ത്രം. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ തോട്ടപ്പയറ് ചെടിയിൽ നടത്തിയ വർഗസങ്കരണ പരീക്ഷണങ്ങളിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളാണ് ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയ്ക്ക് അടിത്തറ പാകിയത്. അതിനാൽ അദ്ദേഹത്തെ ജനിതകശാസ്ത്രത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്നു. ജനിതകശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ 1822 ജൂലൈ 20 ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന
വടക്കൻ മൊറാവിയയിലെ ഒരു ചെറിയ ഗ്രാമമായ ഹൈൻസിസിലാണ് ജനിച്ചത്. ബ്രൂണിലെ അഗസ്തീനിയൻ ആശ്രമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം 1847 ഒരു പുരോഹിതനായി. 1851 53 ഇടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന് ഭൗതികശാസ്ത്രം, ഗണിതം, പ്രകൃതിശാസ്ത്രം എന്നിവ പഠിച്ചു. ശാസ്ത്രീയമായ ഡാറ്റ വിശകലനം ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതി മനസ്സിലാക്കുകയും ചെയ്തു. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ ജനിച്ചത് 1822 ജൂലൈ 20. ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്ന വടക്കൻ മൊറാവിയയിലെ ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്. 1822 ജൂലൈ 20. 1856 മെൻഡൽ തൻ്റെ ആശ്രമത്തിൽ പൂന്തോട്ടത്തിൽ തോട്ടപ്പയർ ചെടികളിൽ പൂക്കളുടെ നിറം, വിത്തിന്റെ ആകൃതി തുടങ്ങി 7 പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗസങ്കരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു. പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങളുണ്ടെന്ന് വിശദീകരിക്കുകയും അവ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു. ജീനുകൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ഈ ഘടകങ്ങളാണ്. ഗ്രിഗർ മെൻഡലിന്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. ഗ്രിഗർ മെൻഡലിന്റെ നിയമങ്ങൾ പാരമ്പര്യ പ്രേഷണ നിയമങ്ങൾ എന്നറിയപ്പെടുന്നു. പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ നിയമങ്ങൾ നൽകുന്നത്. 1865 തൻ്റെ കണ്ടെത്തലുകൾ ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിച്ചു. അടുത്ത വർഷം സസ്യ സങ്കരങ്ങളെക്കുറിച്ച് പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു. എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം മെൻഡലിന്റെ കണ്ടെത്തലുകൾ അവഗണിച്ചു. 1884 ഗ്രിഗർ മെൻഡൽ അന്തരിച്ചു. 1900 അദ്ദേഹത്തിന്റെ മരണത്തിന് 16 വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞനായ ഹ്യൂഗോ ഡി വ്രീസ്, കാൾ കോറൻസ്, എറിക് വോൺ ഷെർമാക് എന്നിവർ മെൻഡലിന്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു. ഇതോടെ ജനിതകശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻഡലിന്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടു. വിവിധ ശാസ്ത്രകാരുടെ അനവധി സംഭാവനകളിലൂടെ അദ്ദേഹത്തിന് ഏറ്റവും വിപുലമായ ശാസ്ത്രശാഖയായി ജനിതകശാസ്ത്രം വളർന്നു. മെൻഡലീഫിന്റെ പരീക്ഷണങ്ങൾ. മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗസങ്കരണ പരീക്ഷണം നടത്തിയത്. ഇത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നറിയപ്പെട്ടു. ഉയരം എന്ന സ്വഭാവത്തെ പരിഗണിച്ച് നടത്തിയ വർഗസങ്കരണ പരീക്ഷണമാണിത്. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങളുണ്ടാകും. ഒരു ജീനിന്റെ വ്യത്യസ്ത തരങ്ങളെ അലീലുകൾ എന്നു വിളിക്കുന്നു. സാധാരണയായി ഒരു ജീനിന് 2 അലീലുകളാണുണ്ടാവുക. വർഗസങ്കരണത്തിൽ ഉയരം എന്ന സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ജീനിന്റെ വ്യത്യസ്ത അലീലുകളാണ് ടി, ടി എന്നിവ. ടി എന്ന അലീൽ ഉയരക്കൂടലിനെയും സ്മോൾ ടി ഉയരക്കുറവിനെയുമാണ് ചിത്രീകരിക്കുന്നത്. ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകടരൂപത്തെ ഫീനോടൈപ്പ് എന്നും ഇതിനു കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നും പറയുന്നു. മെൻഡലിന്റെ അനുമാനങ്ങൾ. ഒരു സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത് 2 ഘടകങ്ങൾ ചേർന്നാണ്. ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസങ്കരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറ സന്താനങ്ങളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്ന് മാത്രം പ്രകടമാകുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യും. ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകടഗുണം എന്നും മറഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്തഗുണം എന്നും പറയുന്നു. ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട്. ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വഭാവത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ കൂടിക്കലരാതെ വേർപിരിയുന്നു. രണ്ടാം തലമുറയിലെ സന്താനങ്ങളിൽ പ്രകട ഗുണമുള്ളവയും ഗുപ്തഗുണമുള്ളവയുടെയും അനുപാതം 3:1 ആണ്. മെൻഡലിന്റെ നിയമങ്ങൾ ജനിതകശാസ്ത്രത്തിന്റെ അടിത്തറയായിരുന്നു. എന്നാൽ ജീവികളിലെ സ്വഭാവഗുണങ്ങളുടെ വൈവിധ്യത്തെ പൂർണ്ണമായി വിശദീകരിക്കാൻ അതിന് കഴിഞ്ഞില്ല. ജീനുകൾ, പരിസ്ഥിതി, മറ്റ് ഘടകങ്ങൾ എന്നിവ തമ്മിലുള്ള സങ്കീർണമായ ഇടപെടലുകളെക്കുറിച്ച് പിൽക്കാല പഠനങ്ങൾ മെൻഡലിന്റെ നിയമങ്ങളെ ചില പരിമിതികൾ ഉളവാക്കി. ഇത് നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ് എന്നറിയപ്പെട്ടു. നോൺ മെൻഡലിയൻ ഇൻഹെറിറ്റൻസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. എന്നാൽ ചുവന്ന പൂവുള്ള നാലുമണിച്ചെടികളെ വെള്ളപ്പൂവുള്ള നാലുമണിച്ചെടികളുമായി വർഗസങ്കരണം നടത്തിയാൽ പിങ്ക് പൂക്കളുള്ള ചെടികളുണ്ടാകുന്നു. കാരണം
പ്രകടഗുണത്തിന്റെ അലീലിന് ഗുപ്തഗുണത്തിന്റെ അലീലിനെ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല. കോഡോമിനൻസ്. ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാകുന്നു. മൾട്ടിപ്പിൾ അലീലിസം. മനുഷ്യനിലെ ABO രക്തഗ്രൂപ്പ്. രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ 2ൽ കൂടുതൽ അലീലുകളുണ്ട്. പോളിജീനിക് ഇൻഹെറിറ്റൻസ്. ത്വക്കിന്റെ നിറവ്യത്യാസം. ത്വക്കിന്റെ നിറത്തെ നിർണ്ണയിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ്. ഇവയുടെ പ്രവർത്തന ഫലമായി മെലാനിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിറവ്യത്യാസത്തിന് കാരണമാകുന്നു. നിറവ്യത്യാസത്തിന് പിന്നിൽ. ത്വക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകമാണ് മെലാനിൻ. മെലാനിന്റെ അളവും തരവും ചേർന്നാണ് ത്വക്കിന്റെ നിറം നിർണ്ണയിക്കുന്നത്. ഒരു വ്യക്തിയുടെ പൂർവികർ ഏത് ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തു നിന്നാണ് വന്നത് എന്നത് ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. ഭൂമിശാസ്ത്രപരമായ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സൂര്യപ്രകാശത്തിന്റെ തീവ്രത വ്യത്യസ്തമായിരുന്നതിനാൽ ഓരോ പ്രദേശത്തും ത്വക്കിന്റെ നിറത്തിന് അനുയോജ്യമായ ജനിതക മാറ്റങ്ങൾ സംഭവിച്ചു. സൂര്യപ്രകാശം, ഭക്ഷണം, വിറ്റമിൻ D എന്നിവ പോലുള്ള പരിസ്ഥിതി ഘടകങ്ങളും ത്വക്കിന്റെ നിറത്തെ സ്വാധീനിക്കുന്നു. മനുഷ്യരാശി ജനിതകപരമായി വളരെ വൈവിധ്യമാർന്നതാണ്. ത്വക്കിന്റെ നിറം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. വ്യതിയാനങ്ങൾക്ക് കാരണമായ ജനിതക പ്രക്രിയകൾ. ക്രോസിംഗ് ഓവർ. ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശവിഭജന രീതിയാണ് ഊനഭംഗം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ നടക്കുന്ന ക്രോസിംഗ് ഓവർ എന്ന പ്രക്രിയയാണ്. സ്വരൂപ ക്രോമസോമുകൾ പരസ്പരം ജോഡി ചേരുന്നു. ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്ന് പറയുന്നു. ഈ ഭാഗത്ത് വെച്ച് ക്രൊമാറ്റിഡുകൾ മുറിയുന്നു. മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു. ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു. ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു. ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്നാണ് പറയുന്നത്. ക്രോമസോമുകൾ ജോഡി ചേരുന്ന ഭാഗം കയാസ്മ. ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ. DNA-യുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ, ചില പ്രത്യേക രാസവസ്തുക്കൾ, വികിരണങ്ങൾ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകുന്നു. മ്യൂട്ടേഷൻ ജീനുകളിൽ മാറ്റമുണ്ടാകുന്നു. ഈ ജീനുകൾ തലമുറകളിലൂടെ കൈമാറി സ്വഭാവ വ്യതിയാനങ്ങളിലേക്ക് നയിക്കുന്നു. ജീവപരിണാമത്തിൽ മ്യൂട്ടേഷനുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തന്മാത്രാ ജനിതകശാസ്ത്രം, ജനസംഖ്യാ ജനിതകശാസ്ത്രം, മെഡിക്കൽ ജനിതകശാസ്ത്രം, സൈറ്റോജെനറ്റിക്സ്, ബിഹേവിയറൽ ജനിതകശാസ്ത്രം, ജീനോമിക്സ് എന്നിങ്ങനെ വിവിധ ജനിതകശാസ്ത്ര ശാഖകളുണ്ട്. ജനിതകശാസ്ത്രത്തിലും ബയോടെക്നോളജി, മൈക്രോബയോളജി, ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലുള്ള ബിരുദ പ്രോഗ്രാമുകൾ വൈവിധ്യമാർന്ന തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതിൽ തുറക്കുന്നു. ബിരുദാനന്തര തലത്തിൽ ജനിതക കൗൺസിലിംഗ്, ജീനോമിക്സ്, മെഡിക്കൽ ജെനറ്റിക്സ്, ഫോറൻസിക് സയൻസ് എന്നിവയിലെ പ്രത്യേക പഠനങ്ങൾ ആരോഗ്യ സംരക്ഷണം, ഗവേഷണം, വിദ്യാഭ്യാസം എന്നിവയിലേക്ക് അവസരങ്ങൾ നൽകുന്നു. PhD പോലുള്ള ഉന്നത ബിരുദങ്ങൾ ജനിതകശാസ്ത്രങ്ങളിൽ അത്യാധുനിക ഗവേഷണം, ഫാർമസ്യൂട്ടിക്കൽസ്, കൃഷി തുടങ്ങിയ വ്യവസായ മേഖലകളിലും തൊഴിലുകൾക്കായി വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നു. അനേകം പുതിയ കണ്ടെത്തലുകൾക്കും പഠന ഗവേഷണങ്ങൾക്കും അനന്തമായ അവസരങ്ങളുള്ള ജനിതകശാസ്ത്രത്തിന്റെ ലോകം അധികം വിശാലമാണ്.